മുംബൈ മലയാളികൾക്ക് ഓണം എന്നാൽ ഒത്തുകൂടാനും സൗഹൃദം പങ്കിടാനും ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും പകർന്നാടാനുമുള്ള വേദി കൂടിയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് പല സംഘടനകളുടെയും ഓണാഘോഷ പരിപാടികൾ. മുംബൈയിൽ ഓണക്കാലമായി. ഇനിയുള്ള 3 മാസക്കാലം ഓണാഘോഷ പരിപാടികളുടെ തിരക്കിലാകും മഹാനഗരം. പവായിലെ ഹിരാനന്ദാനി കേരളീസ് അസോസിയേഷന് ഓണം എന്നാൽ ഒത്തുകൂടാനും സൗഹൃദം പങ്കിടാനുമുള്ള അവസരം കൂടിയാണ്. ഈ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടി എല്ലാവിധ പച്ചക്കറി സാധനങ്ങളും എല്ലാം പേഴ്സണലി ഇവിടെ കൊണ്ടുവന്നു വളരെ വൃത്തിയാക്കി കഴുകി നല്ല ഹൈജീനിക് ആക്കിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു പാചകക്കാരനെ വെച്ചിട്ട് ഈ ഓണസദ്യ ഒരുക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. തിരക്ക് പിടിച്ച നഗരജീവിതത്തിനിടയിലും സമയം കണ്ടെത്തിയാണ് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ. സാധാരണ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബോംബെ മലയാളികൾ എല്ലാം കോൺട്രാക്ട് കൊടുക്കല്ല. നമ്മൾ ആ സിസ്റ്റം സ്റ്റാർട്ടിങ് മുതലില്ല. നമ്മുടെ ഈരാണെന്നുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. അതിൻ്റെ അകത്താണ് എല്ലാവരും ആസ്വദിക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ എല്ലാം പച്ചക്കറി മേടിക്കാൻ പോകല്, പിന്നെ അതിൻ്റെ അരിയൽ, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷന്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതുമായിട്ട് നല്ലൊരു കുടുംബസമേതം എത്തിയാണ് ഇവരെല്ലാം പൂക്കളം മുതൽ ഓണസദ്യ വരെ ഒരുക്കി ഓണത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ എല്ലാ കൊല്ലം ചെയ്ത് നോക്കിയപ്പോൾ നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അതായത് മലയാളികളല്ലാത്ത ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളെ എല്ലാ വർഷവും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനുണ്ട്. വീട്ടിലെ ഭാര്യയെ പലപ്പോഴൊക്കെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഒത്തൊരുമ ഉണ്ടാവണം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഈ ഓണം നടത്തുമ്പോൾ പോലും നമുക്ക് ദുഃഖകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒറ്റ മഴവെള്ളത്തിൽ മുഴുവൻ ഒലിച്ചു പോകുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. നമ്മൾ ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രൈസിസിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ നടത്തിയിട്ടുള്ളൊരു കൂട്ടായ്മ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന് വണ്ടി തന്നെ കളക്ടറേറ്റിൽ നിന്ന് ഒരിഞ്ചൽ ട്രിപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ആളുകൾ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളൊരു 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കെയർ ഫോർ മുംബൈ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമത്തിന് നമ്മൾ അതിൻ്റെ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ആ കേരളത്തിൻ്റെ എല്ലാ സംഗതിക്കും ബോംബെയിലുള്ള മലയാളികളെല്ലാം ഒരുമിച്ചുണ്ട്. ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാം മുമ്പോട്ട് പോകും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.